മഴ തോരും മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രമേശൻ നായർ ആദ്യം തന്നെ നമ്മുടെ ഗ്രേസമ്മയോട് പറയുന്നത്, എനിക്കിഷ്ടം പോലെ സ്വത്തുണ്ട്, തെങ്ങും തോപ്പ്, വയൽ, കാറ്, നല്ല ഒന്നാന്തരം വീട് ഒക്കെ ഉണ്ടെന്ന് പറയും. ഇതൊക്കെ എന്തിനാ എന്നോട് പറയണേ എന്ന് ചോദിക്കും. അല്ല, മനുഷ്യന്മാരെന്തെങ്കിലും കള്ളം പറയുന്നത് എന്തെല്ലാം തട്ടിയെടുക്കാനൊക്കെ ആയിരിക്കുമല്ലോ, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ കുഞ്ഞിനൊന്ന് കണ്ടാൽ മതി, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ തിരിച്ചു പോയതാ. 36 വയസ്സുള്ള സ്ത്രീനെയല്ല നിങ്ങൾ ഇവിടെ എടുത്തു വളർത്തിയേക്കണേന്ന് എനിക്ക് മനസ്സിലായി. 18 വയസ്സുള്ള കുഞ്ഞ് തന്നെയാണ്, അതും രേവതിക്കുട്ടിയെന്നും. സ്നേഹനികേതത്തിൽ ഞാൻ വീണ്ടും പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളുപ്പിന് ഒന്നും കൂടെ വന്നത്. ഇന്നലെ തന്നെ ഇവിടെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ച് നേരം വെളുപ്പിന് വന്നതെന്ന് പറയും. ഞാൻ എന്തായാലും എൻ്റെ ഭർത്താവിനെയും കൂടി ഒന്ന് വിളിക്കട്ടെ എന്ന് പറയും. അങ്ങനെ മാമച്ചായനെ കാണിക്കുന്ന മാമച്ചായൻ കാലുമേൽ കുഴമ്പൊക്കെ തേച്ച് പറ്റി നിൽക്കണം. മാമച്ചായ, ആ കിളവൻ വീണ്ടും വന്നിട്ടുണ്ട്. ഏത് കിളവൻ? രേവതിക്കുട്ടിയെ അന്വേഷിച്ച് വന്ന ആളോ? ആ ആളെന്തിനാ വന്നേ? അറിയില്ല, കാണണം എന്ന് പറഞ്ഞിട്ടാണ് വന്നേ. എല്ലാം തിരക്കി രണ്ടാമത് സ്നേഹനികേതത്തിൽ പോയിരുന്നു പറയും. രേവതിക്കുട്ടി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കെന്താ കുഴപ്പം? നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ഇത്രയും ഒരാളുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ മാമച്ചായനും പറയും, അതെ, ഇക്കണ്ട നാളെ പെൺകുട്ടി അനാഥാലയത്തിൽ കിടന്നപ്പോൾ ഒരാളുണ്ടായിരുന്നില്ല, കട്ടായം പറയാം, നമുക്ക് കാണിച്ചു തരില്ല എന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന്. എന്തായാലും മാമച്ചായൻ വായോ വന്ന് അയാളോട് സംസാരിക്കുന്നു പറയും. അങ്ങനെ മാമച്ചായൻ അയാളെത്തേക്ക് ചെല്ലണ്. അപ്പോൾ അയാൾ വേഗം എഴുന്നേൽക്കും. ഇരിക്കിരിക്കെന്ന് പറയും. അങ്ങനെ അവിടെ ഇരിക്കും. എന്താ വീണ്ടും വന്നത്? പറഞ്ഞില്ലേ, ഒന്ന് കാണണം കുഞ്ഞിനെ. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ. രേവതിക്കുട്ടി നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമെന്ന് പറയും. പറയാം എന്ന് പറയും. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മോള് ജർമ്മനിയിലെ നേഴ്സായിരുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ഒരു വിമാനാപകടത്തിൽ പോയി എന്ന് പറയും. അപ്പോഴത്തേനും മാമച്ചായനൊക്കെ ചായയും കൊണ്ടുവരുന്നുണ്ട്. ചായയൊക്കെ കൊണ്ട് അപ്പോൾ അവിടെ ഗ്രേസ് അമ്മ ഇരിക്കുന്നു പറയും. അവൾ പോയി എന്ന് പറയും. പിന്നെ ഉണ്ടായത് രണ്ടാമത്തെ മകൻ. അവൻ പട്ടാളത്തിൽ മിലിറ്ററിയിലായിരുന്നു. അവനും സൈന്യത്തോട് യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചു. അതും പോയി. പിന്നെ എന്ന് പറയും. അപ്പോൾ അവർക്ക് വിഷമാവട്ടെ, 2 മക്കളും പോയല്ലോ, മക്കൾ പോയ വിഷമം അറിയാലോ എന്ന് പറയും. അവരും രേവതിക്കുട്ടിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കും. പറഞ്ഞു വരുന്നില്ലേ ഉള്ളൂ, ചുരുക്കി പറയാമെന്ന് പറയും. പിന്നെ ഉള്ളത് മൂന്നാമത്തവൻ. അവനൊരു പെണ്ണിനായിട്ട് സ്നേഹത്തിലായിരുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ബന്ധം. ഒരു തൂപ്പുകാരി എന്ന് പറയും. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളൊരു തൂപ്പുകാരിയുടെ മോളാണ് പെണ്ണ്. ഞങ്ങൾ എത്ര എതിർത്തിട്ടും അവൻ സമ്മതിച്ചില്ല. അങ്ങനെ അവൻ ആ പെണ്ണിനെ കൂട്ടുകാരന്മാരുടെയൊക്കെ സഹായത്തോടെ കൊണ്ടുപോയി താലി കെട്ടി നേരെ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ കയറ്റിയില്ല എന്ന് പറയും. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമോ? അന്തസ്സും ആഭിജാത്യമൊക്കെ നോക്കുമോ? പണവും പ്രതാപവും സ്നേഹിക്കുന്നവരല്ലേ എന്ന് പറയും. വീട്ടുകാർ സമ്മതിച്ചില്ല. അന്നത്തെ അവസ്ഥയൊക്കെ അങ്ങനെയല്ലേ ആയിരുന്നു. എന്നിട്ട് എന്ന് പറയും. വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ കയറ്റിയില്ല. അങ്ങനെ അവൾ അവനെയും വിളിച്ചു കഴിഞ്ഞിട്ട് നേരെ അവളുടെ തള്ളയുടെ കൂടെ താമസം തുടങ്ങി. ഞങ്ങൾക്ക് നാണക്കേടും അപമാനമൊക്കെ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്? അവൻ്റെ കൂട്ടുകാരന്മാർ കൂടെ നിന്ന് സഹായിച്ച് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിട്ടിട്ട് പോയി. അത്ര നാളവർക്ക് സഹായിക്കാൻ പറ്റും. എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഇവനാണെങ്കിൽ ഒരു പണിക്കും പോകില്ല, വെറുതെ തിന്നും കുടിച്ചും നടക്കല്ലായിരുന്നു. ഇഷ്ടം പോലെ സ്വത്തും ഉണ്ടായിരുന്നല്ലോ. അവിടെ അത് നടക്കില്ലല്ലോ. അവളുടെ തള്ള പണിയെടുത്തിട്ടല്ലേ ഇവനെ നോക്കണത്. തള്ള കട്ടായം പറഞ്ഞ് എന്തെങ്കിലും പണിയെടുക്കാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇതിനിടയ്ക്ക് ആ പെണ്ണ് പ്രസവിച്ചു. പിന്നെ കേസും കൂട്ടും ഒത്തുതീർപ്പും. അങ്ങനെ പോലീസ് ഇടപെട്ട് കുറച്ച് പണം കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ന് പറയും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കേട്ടു മരിച്ച്, തള്ള മരിച്ചു എന്നാണ്, അതായത് ആ പെണ്ണ് മരിച്ചു എന്നാണ് കേട്ടത്. പിന്നെ എന്ന് പറയും, പിന്നെ ഞങ്ങളെ മോൻ രണ്ടാമതും വിവാഹം കഴിച്ചു. മാമച്ചായൻ ചോദിച്ചു, അന്തസ്സും ആഭിജാതിയുള്ള വീട്ടിലാണോ എന്ന് ചോദിക്കും. അതെ, അതൊക്കെ ഉണ്ട്. പക്ഷെ അഹങ്കാരമായിരുന്നു. ഒരു പണിയെടുക്കില്ല, വെറുതെ തിന്നുക, കിടക്കുക, ഉറങ്ങുക, മൊബൈൽ നോക്കുക, ടൂറ് നടക്കുക, ഇവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. എൻ്റെ ഭാര്യയായിട്ട് ഒട്ടും യോജിപ്പില്ല. അങ്ങനെ ഒരു സ്വസ്ഥതയില്ല. എൻ്റെ ഭാര്യ 6 വർഷങ്ങൾക്ക് മുന്നേ പോയി എന്ന് പറയും. പിന്നെ അതും രേവതിക്കുട്ടിയുടെ ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കും. അതുമാത്രമല്ല, അന്ന് പ്രസവിച്ച കുട്ടി പെണ്ണായിരുന്നോ എന്ന് പറയും. കേസും കൂട്ടത്തിനൊക്കെ വന്നപ്പോൾ ഞാൻ ആ തള്ളയുടെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് അതിനോട് വെറുപ്പായിരുന്നു എന്ന് പറയും. പിന്നെ ഇപ്പം എവിടെ നിന്ന് വന്ന് ഇത്ര സ്നേഹം എന്ന് മാമച്ചായൻ ചോദിക്കും.
ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മോന് കഴിഞ്ഞ വർഷം ഒരു വയറുവേദന വന്നു. അൾസർ എന്ന് വിചാരിച്ച് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു. അങ്ങനെ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് സ്കാൻ ചെയ്ത് നോക്കിയത്. ക്യാൻസർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ മരണക്കിടക്കയിലാണെന്ന് പറയും. അത് കേട്ടപ്പോൾ മാമച്ചായന് വിഷമാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ മോൻ എന്നോടൊരാഗ്രഹം പറഞ്ഞ് മരിക്കുന്നേക്കാൾ മുന്നേ അവൻ ആദ്യം കല്യാണം കഴിച്ച പെണ്ണിലുണ്ടായ മകള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കാണണം അച്ഛാ എന്ന് പറഞ്ഞു. അവൻ്റെ അവസാനത്തെ ആഗ്രഹം അല്ലേ. അതുകൊണ്ട് ഇനി ഞാൻ തടയണില്ല എന്ന് ഞാനും ആലോചിച്ചപ്പോൾ അത് നല്ല കാര്യമല്ലേ അവനെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞ് ഒരുപാട് അനാഥാലയങ്ങൾ കയറി ഇറങ്ങി. അങ്ങനെ കഴക്കൂട്ടത്തെത്തി. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു അനാഥാലയമേ അവിടെ ഇല്ല. പിന്നീട് അറിഞ്ഞത് ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിൽ ഞങ്ങളുടെ മോൻ്റെ കുഞ്ഞിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ രേവതിക്കുട്ടി ആവാനാണ് സാധ്യത. അത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറയും. ആ സമയത്ത് ആൻറ്റി എന്നൊരു വിളിയുണ്ടാവും. അവരകത്തേക്ക് എല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കും. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുന്നതാണ് ഗ്രേസ് അമ്മനെ. എന്നിട്ട് ഗ്രേസ് അമ്മ പറയും ഞാനിപ്പോൾ വരാട്ടാന്ന് പറയും. അത് രേവതിക്കുട്ടിയാണോ എന്ന് ചോദിക്കും. പക്ഷെ മാമച്ചായനൊന്നും മിണ്ടില്ല. അങ്ങനെ രേവതിക്കുട്ടി അടുക്കളയ്ക്ക് കൊണ്ടുവരുന്നത് എത്ര നേരമായി അവിടെ നിന്ന് വർത്താനം പറയുന്നു, എനിക്ക് കോളേജിൽ പോകണ്ടേ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അത് പിന്നെ വന്ന ആളിത്ര കത്തിയണോ എന്നൊക്കെ ചോദിക്കും. കത്തിയെന്നല്ല എന്ന് പറയും. എന്നാൽ അതേ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പോട്ടെ, കുളിച്ചിട്ടില്ല, മുടി ഉണങ്ങുമെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി പോകണ് ഹാളിലൂടെ. അയ്യോ അതേ പോകണ് എന്ന് പറയും. അപ്പോഴത്തേനും രേവതിക്കുട്ടീന്ന് വിളിക്കും. പക്ഷേ രേവതിക്കുട്ടി തിരിച്ചു പോന്നിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോൾ ആളെ കാണും. അപ്പോൾ മുത്തച്ഛനെന്ന് തോന്നുന്ന ഒരാളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇങ്ങനെ രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ ആകെ ഒരു ഷോക്കേറ്റ പോലെയാവും. നല്ലൊരു കുട്ടി, അയാൾക്ക് ഭയങ്കര സന്തോഷമാവും. അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ മകൻ്റെ മുഖച്ഛായ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ ചാടി എഴുന്നേൽക്കണ്. എന്നിട്ട് രേവതിക്കുട്ടി ആണെങ്കിൽ അയാളെ അടുത്തെത്തിയപ്പോൾ അയാളോടൊന്ന് ചിരിച്ചു. ഒരു പ്രായമായ ഒരാളല്ലേ, മുത്തശ്ശൻ്റെ പ്രായമുള്ള ആളല്ലേ എന്ന് വിചാരിച്ച് ചിരിച്ചു. എന്നിട്ട് രേവതിക്കുട്ടി അയാളെ നല്ലോണം ഒന്ന് നോക്കിയിട്ട് നേരെ മുകളിലേക്ക് പോയി. ആ വൃദ്ധനാണെങ്കിൽ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ചോദിക്കുന്നു, പോയതാണോ രേവതിക്കുട്ടി എന്ന് ചോദിക്കും. അതെ. അതാണോ രേവതിക്കുട്ടി കഴക്കൂട്ടത്തു നിന്ന് കൊണ്ടുവന്നത്? അതെ എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ എൻ്റെ മോനോട് ചെന്ന് എന്താ പറയണ്ടേന്ന് ചോദിക്കും. നിങ്ങളുടെ നമ്പർ തായോ, നിങ്ങളുടെ നമ്പർ തന്നാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയും. ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ വിഷമം കണ്ടാൽ എനിക്കറിയാം, നിങ്ങൾ കള്ളം പറഞ്ഞതിൻ്റെ കാരണം എനിക്കറിയാം, എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. ഞങ്ങൾ തട്ടിപ്പറിക്കാനോ കൊണ്ടുപോകാനോ ഒന്നും വന്നതല്ല. അവനൊന്നൊരാഗ്രഹം പറഞ്ഞു, കാണണം എന്ന് പറഞ്ഞപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. മരിച്ചു പോകുന്ന മനുഷ്യന്മാരല്ലേ, നിങ്ങൾ അവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നിങ്ങളുടെ മുഖത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ പൊക്കോട്ടെ എന്ന് പറയും. ധൈര്യപ്പെട്ട് പൊക്കോ, നമ്പർ തായോ എന്ന് പറയും. അങ്ങനെ അയാളൊരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കും. സ്ഥാപനം ഉണ്ടായിരുന്നപ്പോഴത്തേന്, സ്ഥാപനം ഇപ്പം ഇല്ല, പക്ഷേ അഡ്രസ്സ് അത് തന്നെയാണെന്ന് പറയും. അങ്ങനെ അയാളോട് ശരിക്കും പറഞ്ഞൊരു സഹതാപമാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ അയാൾ വേഗം താഴെ ഇറങ്ങി കാറിൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ മാമച്ചായനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോയിലെ ഭാഗമാണ്. അതിൽ നമ്മുടെ രോഹിത്തിനോടും അതുപോലെ തന്നെ ബബിതനോടും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. പറയും ഞാൻ പോകില്ല, ഞങ്ങളെല്ലാത്തിനും വേണ്ടത് അലീനയാണെന്ന് പറയും. നിങ്ങളിനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇതല്ല നിങ്ങളുടെ വീട്, അത് തന്നെയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ബബിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ബബിത പറയും ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ബബിത തിരിച്ചു പോകും. അപ്പോൾ കമലയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. കാരണം കമലയ്ക്ക് ഇവർക്ക് വെച്ചൊരുക്കി കൊടുക്കാൻ ഭയങ്കര മടിയാണ്. ബബിത എനിക്ക് ഒരു പണിയൊന്നും എടുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ കമല രാട്ടും തൂപ്പും കൊണ്ട് നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരോട് ഇവിടുന്ന് ഓടിക്കോളും എന്നുള്ളൊരു ഭാവം തന്നെയാണ് അമ്മാവന്മാരുടെ മുഖത്തും. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.